നമസ്കാരം. പ്രധാന വാർത്തകൾ. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നരേന്ദ്രമോദി പരാജയത്തെ ഭയക്കുന്നു. പാനൂരിൽ 26 കോൺഗ്രസുകാർക്കു നേരെ എറിയാൻ വെച്ച ബോംബാണ് സിപിഎം പ്രവർത്തകരുടെ കയ്യിലിരുന്ന് പൊട്ടിയതെന്നും വി.ഡി. സതീശൻ. അശ്ലീല വീഡിയോ മറ്റൊരു ബോംബ്. കോവിഡ് കാലത്തെ PR ടീം ഇപ്പോൾ വടകരയിലുണ്ടെന്നും അവരാണ് ഇതിന് പിന്നിലെന്നും വി.ഡി. സതീശൻ. റോഡ് ഷോകളും റാലികളുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിച്ച് മുന്നണികൾ. വ്യത്യസ്ത പ്രചരണ രീതികളുമായും പരസ്പര മത്സരം. ആവേശം സൃഷ്ടിച്ച് സ്ഥാനാർത്ഥികളുടെ അവസാന റൌണ്ട് പര്യടനം. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ. അക്രമത്തിനെതിരെ പരാതിയുമായി LDF. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയവർക്കെതിരായ നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങുന്ന സാഹചര്യമുണ്ടായെന്നും പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ തയ്യാറല്ലെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണം. പോലീസ് ഇടപെടൽ മൂലം തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ കമ്മീഷണറെ മാറ്റിയതും കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ. പൂരം മുടക്കാൻ ശ്രമിച്ചത് ആരാണെന്ന ജനത്തിന് അറിയണം. അട്ടിമറി ശ്രമം നടന്നത് ഒരു തിരക്കഥ പോലെ. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഏജന്റെന്നും കെ മുരളീധരൻ. വാളയാറിൽ വീണ്ടും കുഴൽ പണവേട്ട. രേഖകളില്ലാതെ കടത്തിയ 14.5 ലക്ഷം രൂപയുമായി എറണാകുളം ചെറായി സ്വദേശി പിടിയിൽ. ബസ് മാർഗം കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് പണം കടത്താനായിരുന്നു ശ്രമമെന്ന് പോലീസ്. 2 ദിവസങ്ങളിലായി വാളയാറിൽ പിടികൂടിയത് 1/2 കോടിയിലേറെ രൂപ. ഭരണഘടനയുടെ സംരക്ഷണത്തിന് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രവർത്തക സംഗമം ചേലക്കരയിൽ. ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള സമരമായാണ് സംഘടന ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും KDF നേതാക്കൾ. വാർത്തകൾ വിശദമായി. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിൽ 26 കോൺഗ്രസുകാർക്ക് നേരെ എറിയാൻ വെച്ച ബോംബാണ് കയ്യിലിരുന്ന് പൊട്ടിയതെന്നും മറ്റൊരു ബോംബായിരുന്നു അശ്ലീല വീഡിയോ വിവാദമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കോവിഡ് കാലത്തെ PR ടീം ഇപ്പോൾ വടകരയിലുണ്ടെന്നും അവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് ആദ്യം പ്രധാനമന്ത്രി പറഞ്ഞത്. പിന്നീട് ജയിക്കും എന്ന് മാത്രമായി. വിദ്വേഷത്തിന്റെ ഭാഷയിലാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പ്രസംഗിച്ചതെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. മൻമോഹൻ സിംഗ് പറഞ്ഞതിനെ വളച്ചൊടിക്കലാണ് പ്രധാനമന്ത്രി ചെയ്തത്. മനോഹരമായ സമ്പത്തിന്റെ വിനിയോഗത്തെ മോദി ദുർവ്യാഖ്യാനം ചെയ്തു. തിരുവനന്തപുരത്ത് വന്ന് ക്രൈസ്തവരെ ചേർത്തു നിർത്തുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. മണിപ്പൂർ കത്തിയപ്പോൾ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് ഇപ്പോൾ 300 സീറ്റായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞത് BJP പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ പേടി തുടങ്ങി, വെപ്രാളം തുടങ്ങി. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ രാജസ്ഥാനിലെ പ്രസംഗം. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് വീണ്ടും BJP ആയുധമാക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കോൺഗ്രസ് മിണ്ടിയില്ലെന്ന് BJP ആരോപിക്കുന്നു. ഏറ്റവും കൂടുതൽ സിദ്ധാർത്ഥിനു വേണ്ടി സംസാരിച്ചത് കോൺഗ്രസ് ആണ്. തിരുവനന്തപുരത്ത് വർഗീയ കലാപത്തിന് ശ്രമിക്കുകയാണ് BJP. ഇത് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പരാതി നൽകിയത്. പിണറായിയുടെ പോലീസ് പക്ഷേ ഈ പരാതികളെ ഗൗനിക്കുന്നില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതായത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. 2 മന്ത്രിമാര്, സംസ്ഥാന മന്ത്രിമാര് തൃശ്ശൂരിലെ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് എന്നിട്ട് ഒരു കമ്മീഷണറെ നടപടിയെടുത്ത് സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞാൽ കമ്മീഷണർ മാത്രമാണ് ഉത്തരവാദിത്വം. 2 മന്ത്രിമാർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അവരൊന്നും പറഞ്ഞ ഈ കമ്മീഷണർ കേൾക്കില്ലേ? രാത്രി 10:30 തൊട്ട് തുടങ്ങിയല്ല ബഹളം. രാത്രി 10:30 തൊട്ട് ഈ മന്ത്രിമാർ അറിഞ്ഞില്ലേ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യണത്? ഇത് CPM-ന്റെ കൂടെ ഒരു പ്ലോട്ടാണ്. അവിടെ ഒരു വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി നടത്തിയ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയവർക്കെതിരായ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ. പോലീസ് നിയമങ്ങൾക്ക് അനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ കഴിയില്ല. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നും ഇത്തവണ പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങിയെന്നും സുന്ദർ മേനോൻ പറഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പോലീസിനോട് പലതവണ അഭ്യർത്ഥിച്ചതാണെന്ന് സുന്ദർ മേനോൻ പറഞ്ഞു. ഇത് കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. കമ്മീഷണറുടെ കർശന നിർദ്ദേശമുണ്ടെന്നായിരുന്നു മറുപടി. രാത്രി പൂരം ചടങ്ങ് മാത്രമാക്കിയതിൽ വിഷമമുണ്ട്. വെടിക്കെട്ട് തടസ്സപ്പെടുത്താൻ പോലീസ് രാവിലെ മുതൽ ശ്രമം നടത്തിയിരുന്നു. പൂരവുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവും സർക്കാരും ആദ്യം വിളിച്ച മീറ്റിംഗിൽ മന്ത്രി പങ്കെടുത്തിരുന്നു.
പിന്നീട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള മീറ്റിംഗുകളിൽ ഉദ്യോഗസ്ഥർ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ തവണത്തെ ബുദ്ധിമുട്ടുകളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. രാത്രി മഠത്തിൽ വരവിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. എന്നിട്ടും പൂരം ദിവസം പോലീസ് ജനങ്ങളെ തടഞ്ഞു. പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഭാരവാഹികൾക്കെതിരെ പോലീസ് കയർക്കുകയാണുണ്ടായത്. ഇത്തരം നടപടികൾ തുടർന്നപ്പോഴാണ് ദേവസ്വത്തിന് കർശന തീരുമാനമെടുക്കേണ്ടി വന്നത്. പന്തലിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് മഠത്തിൽ വരവ് അവസാനിപ്പിച്ചു. ഇത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. ജില്ലാ കളക്ടറെ വിവരമറിയിച്ചപ്പോൾ കളക്ടർ മഠത്തിൽ വരവ് നിർത്തിവെക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. പന്തലിൽ വന്ന് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കളക്ടർ പറഞ്ഞു. പിന്നീട് വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഓഫീസിൽ പോയി സംസാരിച്ചു. മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ടാക്കണമെന്ന് വ്യക്തമാക്കി. ഇത്തരം നടപടികൾ തുടരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുത്തു. അതായത് ഇങ്ങനെ ജനങ്ങളെ പ്രവേശിപ്പിക്കാതെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു മഠത്തിലെ വലിയ പൂരമോ നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി യോഗം കൂടി തീരുമാനിച്ച്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായി സുന്ദർ മേനോൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഇത് മിനിറ്റ്സിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടും നിങ്ങളിങ്ങനെ തടയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് നിർത്തിവെച്ചത്. ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പൂരം ആസ്വദിക്കാൻ കഴിയണം, വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നുള്ളൂ എന്ന് ഞങ്ങൾ അവരെ അറിയിച്ചു. വെടിക്കെട്ടിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായി. അന്ന് രാവിലെ തന്നെ ശശി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഗസീൻ്റെ താക്കോല് തരരുതെന്ന് കമ്മീഷണർ ഉത്തരവുണ്ട്. എഴുന്നള്ളിപ്പ് അവസാനിച്ചതിന് ശേഷമേ അതിനകത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വെടിക്കെട്ട് നിരത്താൻ സാധിക്കും? സമയം എത്ര കിട്ടും? 2-3 മണിക്കൂർ വേണ്ടേ? ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത് കുറച്ച് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. എത്ര പറഞ്ഞാലും മീറ്റിങ്ങിൽ ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും ഇവിടെ വന്നാലൊക്കെ മാറി, എല്ലാം അടച്ചുപൂട്ടി. വെടിക്കെട്ട് ഒരുപാട് പേരുടെ സഹായത്തോടെയാണ് നടത്തുന്നത്. പാസുണ്ടായിട്ട് പോലും അവരെ കടത്തിവിട്ടില്ല. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണം. ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സുന്ദർ മേനോൻ ആവശ്യപ്പെട്ടു. പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും ഇത്തവണ മുടങ്ങി. പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ തയ്യാറല്ലെന്നും സുന്ദർ മേനോൻ പറഞ്ഞു. പൂരം അലങ്കോലപ്പെടുത്തിയവർക്കെതിരായ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം വിഷയത്തിൽ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്ന് കെ മുരളീധരൻ. അന്നു രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്നും പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരെന്ന് ജനം അറിയണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പൂരം ദിവസം അവിടെ കാണാതിരുന്ന NDA സ്ഥാനാർത്ഥി പുലർച്ചെ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തോ കളികൾ നടന്നതായി മനസ്സിലായി. അതിനാൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല. അന്വേഷണം നടത്തി മുഴുവൻ വിഷയങ്ങളും പുറത്തു കൊണ്ടുവരണം. മന്ത്രി കെ രാജൻ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. പെരുമാറ്റച്ചട്ടമുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടതാണ്. പെരുമാറ്റച്ചട്ടം ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പൂരം അലങ്കോലപ്പെട്ട പ്രശ്നം അവസാനിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. അർദ്ധരാത്രി ആയതുകൊണ്ട് രാജൻ അവിടെ നിൽക്കേണ്ടതാണ്. ബിന്ദുവാണത്തിന് പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും. പക്ഷേ രാജന് ഉത്തരവാദിത്തമുണ്ട്. രാജനിത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു. വെറുതെ നിന്നിട്ട് കാര്യമില്ല. ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം. അതിന് പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം.
പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഏജന്റാണ്. കേരളത്തിന് പുറത്തുള്ള CPM സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ കുഴപ്പമില്ല. കാരണം അവർ ഇന്ത്യ സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ്. പിണറായിയുടെ സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ല. അവർ ജയിച്ച് ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ സഖ്യത്തിന് എതിരെ നിന്ന് മോദിക്ക് അനുകൂലമായി നിൽക്കും. അത് പിണറായി വിജയൻ മോഡിയുടെ ഏജൻ്റാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന് പുറത്ത് CPM MPമാർ വന്നാൽ കുഴപ്പമില്ല, അവർ കോൺഗ്രസ് സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ്. പിണറായി അങ്ങനെയല്ല, പിണറായി മോഡിയുടെ ഏജൻ്റാണ്. പിണറായി MPമാർ ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ മുന്നണിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. മോഡിക്ക് വേണ്ടി പിണറായി കോളം കലക്കും. അതുകൊണ്ട് ഒരാളെപ്പോലും ഇവിടുന്ന് ഡൽഹിക്ക് അയക്കരുത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വികസന മുന്നേറ്റവും ഉണ്ടാക്കാൻ നിലവിലെ MP-ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ രാജ്യത്തിന് നൽകിയ വികസനങ്ങളാണ് കേരളത്തിനും ലഭ്യമായിട്ടുള്ളത്. ഇത് തൻ്റെ ഇടപെടൽ കൊണ്ട് ലഭിച്ചതാണെന്ന് പറഞ്ഞ് VK ശ്രീകണ്ഠൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. ഇനിയൊരു പുതിയ കോച്ച് ഫാക്ടറി ലഭ്യമാകില്ലെന്നറിഞ്ഞിട്ടും പാലക്കാട്ടെ ജനങ്ങളെ കോച്ച് ഫാക്ടറി വരുമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച് പറ്റിക്കുകയാണ്. കോച്ച് ഫാക്ടറിക്കൊപ്പം പ്രഖ്യാപിച്ച റായ്ബറയിൽ, സൂര്യകാന്ത മണ്ഡലത്തിലെ റായ്ബറയിലെല്ലാം 2011 പ്രൊഡക്ഷൻ ആരംഭിച്ചതോടുകൂടി ഇന്ത്യൻ റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള കോച്ചുകൾ അവിടുന്ന് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് റെയിൽവേക്ക് ഇനി കോച്ചുകൾ ആവശ്യമുണ്ട്. ഒരു ഫാക്ടറി സ്ഥാപിച്ച് കുട്ടിയിടേണ്ട അവസ്ഥ വരരുത്. ഒരു ഫാക്ടറി സ്ഥാപിച്ചാൽ അതിന്റെ ഗുണം റെയിൽവേക്ക് ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും ആവശ്യത്തിനുള്ള കോച്ചുകൾ ലഭിക്കാൻ തുടങ്ങിയതോടെ റെയിൽവേ പുതിയ കോച്ച് ഫാക്ടറി വേണ്ട എന്നുള്ള നയപരമായിട്ടുള്ള തീരുമാനമെടുത്തു. അത് MP രാജേഷ് ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ച സമയത്ത് മറുപടി കിട്ടിയതാണ്. തന്റെ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതി നടത്തിക്കിട്ടാനാവശ്യമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും, അതിന് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റേണ്ടത് MPയുടെ ഉത്തരവാദിത്തം. പക്ഷെ MP ഇക്കാര്യത്തിൽ ഇതുവരെ ഇടപെടൽ നടത്തിയിട്ടില്ല. അതിന് ഒരു സ്ഥലം ഇതുവരെ അനുവദിച്ചിട്ടില്ല. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ കൂടുതൽ വികസനങ്ങൾ എത്തിക്കുക, ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇത്തവണയും NDA മുന്നോട്ട് വയ്ക്കുന്നത്. അട്ടപ്പാടിക്ക് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ VK ശ്രീകണ്ഠൻ്റെ ഇടപെടൽ മൂലമാണ് ലഭ്യമാക്കിയത് എന്ന് പറഞ്ഞ് വോട്ടർമാരെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നു. രാജ്യത്ത് കൂടുതൽ സീറ്റുകളോടെ NDA സർക്കാർ അധികാരത്തിൽ എത്തുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. അക്രമത്തിനെതിരെ LDF നേതൃത്വം പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. പല ബോർഡുകളും മുറിച്ചെടുത്ത് കാനയിലെറിഞ്ഞു. ചില ബോർഡുകൾ കുത്തിക്കീറി നശിപ്പിച്ച നിലയിലാണ്. സുനിൽകുമാറിന്റെ നാട്ടിൽ തന്നെ നടന്ന അതിക്രമത്തിനെതിരെ LDF നേതൃത്വം പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. പരാജയ ഭീതി പൂണ്ടവരാണ് ഇരുട്ടിന്റെ മറവിൽ അക്രമം അഴിച്ചുവിട്ടതെന്ന് LDF നേതൃത്വം ആരോപിച്ചു. LDF അന്തിക്കാട് വെസ്റ്റ് മേഖല പ്രസിഡന്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മാങ്ങാട്ടുകര AUP സ്കൂളിനോട് വെച്ചിട്ടുള്ള 10ഓളം ബോർഡുകൾ പരാജയ ഭീതി പൂണ്ട കുൽസിത ശക്തികൾ ഇന്നലെ വൈകിട്ട് അത് പരക്കൻ നശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ കെട്ടിയിട്ടുള്ള തോരണങ്ങളും അതുപോലെ തന്നെ ബോർഡുകളും പ്രചരണ മാധ്യമങ്ങളെല്ലാം അവര് ഇന്നലെ വൈകുന്നേരം ഇരുട്ടിന്റെ മറവിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക്. തിങ്കളാഴ്ച പട്ടാമ്പി മണ്ഡലത്തിൽ റോഡ് ഷോയിലും കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. ഇന്ത്യ സഖ്യത്തെ തകർത്ത് രാജ്യം മുഴുവൻ മോദി തരംഗം ഉണ്ടാകുമെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ തന്റെ വിജയം സുനിശ്ചിതമാണെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക്. പ്രചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിൽ തിങ്കളാഴ്ച റോഡ് ഷോ സംഘടിപ്പിച്ചു. 100 കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ. പാർട്ടിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പരക്കമ്പായുന്ന CPM ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ജൂൺ മാസം 4 തീയതി രാവിലെ വല്ലപ്പുഴയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പട്ടാമ്പി ടൗണിലൂടെ സഞ്ചരിച്ച് മുതുതല സെൻറ്ററിലെത്തിയ ശേഷം പിന്നീട് പട്ടാമ്പി BJP ഓഫീസ് പരിസരത്ത് സമാപിച്ചു. രാജ്യത്തെ മോദി നടപ്പാക്കിയ വികസന നേട്ടങ്ങളും പാലക്കാട്ടേക്ക് കേന്ദ്രം അനുവദിച്ച ഫണ്ടുകളും എണ്ണി പറഞ്ഞായിരുന്നു
സി കൃഷ്ണകുമാർ വോട്ടഭ്യർത്ഥന നടത്തിയത്. രാജ്യം മുഴുവൻ മോദി തരംഗമാണെന്നും NDAയുടെ മുന്നിൽ ഇന്ത്യ സഖ്യം തകർന്നടിയുമെന്നും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് അപ്രസക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യം മുഴുവൻ മോദി തരംഗമാണ്. മോദി തരംഗത്തിന് മുന്നിൽ ഇന്ത്യ സഖ്യം തകർന്നടിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രാജ്യത്തു നിന്നും അപ്രത്യക്ഷമാകും. കോൺഗ്രസിന് ഈ രാജ്യത്ത് രാഷ്ട്രീയ രംഗത്ത്, ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഒരു പ്രസക്തി ഇല്ലാതെയാകുന്ന തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് മണ്ഡലത്തിൽ തൻ്റെ വിജയം സുനിശ്ചിതമാണെന്നും പാലക്കാടിൻ്റെ കാര്യങ്ങളിൽ വലിയ മാറ്റത്തിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധ്യമാകുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDA വിജയിക്കും. അത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് ഉള്ള തുടക്കമാണ്. പാലക്കാടിൻ്റെ വികസന കാര്യത്തിൽ പാലക്കാടിൻ്റെ ഇത്രയും കാലമായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുന്നു. അത് മോദി സർക്കാരിലൂടെയായിരിക്കും. ഉച്ചയോടുകൂടി പട്ടാമ്പിയിൽ 2 കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ്, ഗോപി പൂവക്കോട്, തങ്കമോഹൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പര്യടനത്തിനായി സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് തിരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പെരിങ്ങോട്ടുകുറിശി മണ്ഡലം കമ്മിറ്റി ബൈക്ക് റാലി നടത്തി. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചായിരുന്നു റാലി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK അഖിലിന് പതാക കൈമാറി റാലി ഉദ്ഘാടനം ചെയ്തു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനാസ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു. NSS കോളേജ് ചെയർപേഴ്സൺ ആതിര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. KSU തരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി അബു താഹിർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രചരണ രീതിയിലെ വൈവിധ്യം മുള്ളൂർക്കരയിൽ LDFന് നിർബന്ധമാണ്. കൂറ്റൻ ബോർഡുകളും കമാനങ്ങളുമൊക്കെ സ്ഥാപിച്ച് രാത്രികളിൽ അലങ്കാര വെളിച്ചങ്ങൾ തെളിയിച്ച് ഇവർ ജനശ്രദ്ധയാകർഷിക്കുന്നു. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിലെ മുള്ളൂർക്കര, വാഴക്കോട് വളവ് എന്നിവിടങ്ങളിൽ എല്ലാം ഇടതുമയമാണ്. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ കൂറ്റൻ ബോർഡുകൾ, വലിയ കമാനങ്ങൾ. സ്ഥാനാർത്ഥിയുടെ ചിഹ്നം രാത്രി വർണ്ണവെളിച്ചത്തിൽ തിളങ്ങും. LED ബൾബുകൾ രാത്രികാലങ്ങളിൽ ബോർഡുകളും കമാനങ്ങളും ആകർഷകമാക്കുന്നു. മുള്ളൂർക്കരയിലെ LDF പ്രവർത്തകർക്ക് ജനത്തെ ആകർഷിക്കുന്ന ഇത്തരം പ്രചരണ രീതികളോട് വലിയ കമ്പമാണ്. നവകേരള യാത്രയുടെ വേളയിലും സമാനമായ പ്രചരണ രീതികൾ ആവിഷ്കരിച്ചിരുന്നു. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച വലിയ കട്ടൗട്ടുകളും അന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ചു. പ്രവർത്തകരുടെ ആവേശമാണ് പ്രചരണ വൈവിധ്യമായി നിറയുന്നതെന്ന് CPM ലോക്കൽ സെക്രട്ടറി അബ്ദുൽ സലാം പറഞ്ഞു. 26-ാം തീയതി ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിൻ്റെ സ്ഥാനാർത്ഥിയായി K രാധാകൃഷ്ണൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി വാഴക്കോട്, വളവ്, മുള്ളൂക്കര എന്ന വിവിധ കേന്ദ്രങ്ങളിൽ ശ്രദ്ധിക്കുന്ന തരത്തിൽ പ്രചരണ ബോർഡുകൾ ലൈറ്റിൻ്റെ അലങ്കാരത്തോടുകൂടി വെച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം വാഴക്കോട് സെൻ്ററാണ്. വിവിധ തരത്തിലുള്ള പ്രചരണ ബോർഡുകൾ ഈ പ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് വിഭിന്നമായിക്കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രചരണ ബോർഡാണ് വാഴക്കോട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി രാധാകൃഷ്ണൻ വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ച് നിൽക്കുന്ന ഇരിങ്ങാലക്കുടയിലെ പ്രചരണ ബോർഡുകൾ LDF വിവാദമാക്കിയതിനെതിരെ പ്രതികരണവുമായി BJP. രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദമായിരുന്നു ഇരുവരും തമ്മിൽ. എന്തിലും രാഷ്ട്രീയം മാത്രം കാണുന്നവരാണ് ഇടതുമുന്നണികൾ. വില കുറഞ്ഞ രാഷ്ട്രീയത്തിന് ജനം 26-ന് പോളിംഗ് ബൂത്തിൽ മറുപടി പറയുമെന്നും വിവാദം ശ്രദ്ധയിൽപ്പെട്ടതോടെ NDA നേതാക്കൾ നേരിട്ടിറങ്ങി ബോർഡുകൾ മാറ്റിയെന്നും BJP പ്രസ്താവനയിൽ വ്യക്തമാക്കി. പാലക്കാട് കൊളപ്പള്ളി പാതയിൽ മങ്കര തിയേറ്ററിന് സമീപം കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മങ്കര കല്ലൂർ കൂട്ടപ്പുരയിൽ പരേതനായ ശിവരാജന്റെ മകൻ 27 വയസ്സുള്ള അനിലാണ് മരിച്ചത്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മങ്കര തിയേറ്ററിന് സമീപം ഞായറാഴ്ച രാത്രി 11:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ മങ്കര കല്ലൂർ കൂട്ടപ്പുരയിൽ പരേതനായ ശിവരാജന്റെ മകൻ 27 വയസ്സുള്ള അനിലാണ് മരിച്ചത്. അനിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇടിച്ച കാർ നിർത്താതെ പോയെങ്കിലും പിന്നീട് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന
സുഹൃത്ത് അഭിഷേകിനും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്മിനിയാണ് മരിച്ച അനിലിൻ്റെ അമ്മ. പോലീസ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാഴക്കോട് പ്ലാഴി റൂട്ടിലെ മണലാടിയിൽ കാട്ടുപന്നിയെ ഇടിച്ച ബൈക്ക് നിയന്ത്രണം തെറ്റിമറിഞ്ഞ് വാദ്യ കലാകാരന് പരിക്ക്. എളനാട് സ്വദേശി 53 വയസ്സുള്ള ഗോവിന്ദൻകുട്ടിക്കാണ് പരിക്കേറ്റത്. വാഹനം ഓടിച്ചിരുന്ന യുവാവിനും നിസ്സാര പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ കാലൊടിഞ്ഞ പന്നിയെ വനപാലകരെത്തി കൊണ്ടുപോയി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ മണലാടിയിൽ തിങ്കളാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. പേരാമംഗലം ഭാഗത്തേക്ക് ഉത്സവത്തിനായി ബൈക്കിൽ പോവുകയായിരുന്നു ഗോവിന്ദൻകുട്ടി. ജിനേഷാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. റോഡിന് കുറുകെ ചാടിയ കാട്ടുപന്നിയെ ഇടിച്ച ബൈക്ക് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. പരിക്കേറ്റ ഗോവിന്ദൻകുട്ടിയെ ഇതിലെ വന്ന ആംബുലൻസിൽ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. വാഹനം ഓടിച്ചിരുന്ന ജിനേഷിനും നിസ്സാര പരിക്കുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ കാട്ടുപന്നിയുടെ പിൻകാലിന് പരിക്കേറ്റു. റോഡിൽ കിടന്ന കാട്ടുപന്നിക്ക് വാഴാനി ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പ്രാഥമിക ചികിത്സ നൽകി. പന്നിയെ പിന്നീട് വനത്തിൽ തുറന്നുവിടുമെന്ന് വനപാലകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണൂർ തേക്കിൻകാട്ടിൽ ബാലന്റെ മകൻ 40 വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത്. തേക്കിൻകാട് ആനക്കല്ല് തോട്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിവാഹിതരാണ്. അമ്മ ചന്ദ്രിക. വാളയാറിൽ വീണ്ടും കുഴൽപ്പണ വേട്ട. രേഖകളില്ലാതെ കടത്തിയ 14,20,000 രൂപ പോലീസ് പിടികൂടി. സംഭവത്തിൽ എറണാകുളം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂരിൽ താമസിക്കുന്ന എറണാകുളം ചെറായി സ്വദേശി CV വിനുവാണ് പണം കടത്താൻ ശ്രമിച്ചത്. ചോദ്യം ചെയ്യലിൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കാൻ വിനുവിന് കഴിഞ്ഞില്ല. ബസ് മാർഗം കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് പണം കടത്താനായിരുന്നു ശ്രമം. പ്രത്യേക അറകളുള്ള വസ്ത്രത്തിലാണ് പണം സൂക്ഷിച്ചത്. ജില്ലാ ഡാൻസ് സ്റ്റാഫും വാളയാർ പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. പണം ആർക്കാണെന്നും എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്നുമുള്ള അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലേക്കുള്ള കുഴൽപ്പണ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് വിവിധ സംവിധാനങ്ങളുടെ മേൽനോട്ടത്തിൽ പരിശോധനകൾ അതിർത്തി മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരൾച്ച രൂക്ഷമാകുമ്പോഴും ലഭ്യമായ ജലം പ്രയോജനപ്പെടുത്താതെ വാട്ടർ അതോറിറ്റിയുടെ ഒളിച്ചുകളി. ടാങ്കർ ലോറി ലോബികളെ സഹായിക്കാനുള്ള നീക്കമാണ് പലയിടത്തും നടക്കുന്നതെന്ന ആക്ഷേപവും ഇതിനിടെ ഉയർന്നുണ്ട്. ഭാരതപ്പുഴയിലെ തൊഴുപ്പാടം മൂരിയിൽപ്പടി പമ്പ് ഹൌസിന് സമീപം മുകൾ ഭാഗത്തായി കെട്ടിനിൽക്കുന്ന വെള്ളം ഇപ്പോഴും പ്രയോജനപ്പെടുത്താൻ അധികൃതർ മുന്നോട്ട് വന്നിട്ടില്ല. പൈങ്കുളം തൊഴുപ്പാടം മൂരിയിൽപ്പടി പമ്പ് ഹൌസിന് സമീപം തൊട്ടുമുകളിലുള്ള ജലം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. മൂരിയിൽപ്പടി പമ്പ് ഹൌസിൽ ജലലഭ്യത കുറഞ്ഞതോടെ പമ്പിംഗ് പൂർണ്ണതോതിൽ ഉണ്ടാകില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആളിയാർ ഡാം തുറന്നുവിടുകയോ ശക്തമായ മഴ ലഭിക്കുകയോ ചെയ്തില്ലെങ്കിൽ ജലവിതരണം പ്രതിസന്ധിയിലാകുമെന്നും വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും പമ്പ് ഹൗസിന് സമീപം തന്നെ കെട്ടിനിൽക്കുന്ന വെള്ളം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അധികാരികൾക്ക് കഴിയുന്നില്ല. കെട്ടിനിൽക്കുന്ന ഈ ജലം പമ്പ് ഹൗസിലേക്ക് എത്തിക്കാനായാൽ കുടിവെള്ള പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനാകും. അതേസമയം വാട്ടർ അതോറിറ്റിയുടെ കിണറുകളിൽ വെള്ളമെത്തിക്കാതെ പമ്പിംഗ് മുടക്കി ടാങ്കർ ലോറി ലോബികളെ സഹായിക്കാനാണ് ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ചേലക്കര, പാഞ്ഞാൾ പഞ്ചായത്തുകളിലേക്കാണ് ഈ പ്രദേശത്തു നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ മേഖലയിലെ ജനപ്രതിനിധികൾ പ്രശ്നത്തിൽ സത്വരമായി ഇടപെട്ട് ലഭ്യമായ ജലം പ്രയോജനപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് KDF-D തൃശൂർ ജില്ലാ പ്രവർത്തക സംഗമം ചൂണ്ടിക്കാട്ടി. ചേലക്കരയിൽ നടന്ന സംഗമം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PM അനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായി അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഭരണം നടത്തുകയാണ്. ഇതിനു മുന്നേയും 1996 ഈ വകുപ്പിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ വകുപ്പ്. ചേലക്കര നിയോജക മണ്ഡലത്തിനകത്ത് ഒട്ടനവധി കോളനികൾ, ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. പട്ടികജാതി വികസന ഓഫീസ് നിൽക്കുന്നത് പഴയൊരു ബ്ലോക്ക് പഞ്ചായത്തിനകത്താണ്. ഒട്ടനവധി പട്ടികജാതി കോളനികൾ, അതിനും അപ്പുറത്തേക്ക്
ഒരു 10 or 20 വർഷങ്ങൾക്ക് മുന്നേയുള്ള അവസ്ഥയല്ല. ഇന്ന് കോളനികൾ, പട്ടികജാതി കോളനികൾക്ക്, ഈ കുടുംബങ്ങൾക്കകത്ത് നല്ല പഠിക്കുന്ന കുട്ടികൾ, വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരെ പോകാൻ സാധിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളൂ. KDFD സംസ്ഥാന സെക്രട്ടറി KP സുഗു അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് A രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. തമിഴ്നാട് ദലിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രജനി കാളിമുത്തു വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി M കണ്ണപ്പൻ, യുവജന വിഭാഗം സംസ്ഥാന കൺവീനർ ഷൈജു കരിഞ്ചാപ്പാടി, സന്തോഷ് ചെറിയാൻ, വിനോദ് പന്തലാടി, C ഉണ്ണികൃഷ്ണൻ, A സൈനുദ്ദീൻ, EM വേലായുധൻ, OA ഷാജി, A കുമാരൻ, A വാസു, A രവി, ബിജി സുരേഷ്, K ജാനു, K ഷെരീഫ്, P മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ സംഗമം തീരുമാനിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മണ്ണൂർ AUP സ്കൂൾ വിദ്യാർത്ഥികൾ മണ്ണൂർ സെന്ററിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. സാമൂഹിക നന്മ വിദ്യാർത്ഥികളിലൂടെ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ബൂത്ത് സ്ഥാപിച്ചത്. സാമൂഹിക നന്മ വിദ്യാർത്ഥികളിലൂടെ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചത്. മണ്ണൂർ സെന്ററിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുട്ടികൾ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത്. മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് എന്നിവർ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. പ്രദേശത്ത് അലക്ഷ്യമായി ആളുകൾ ഉപയോഗിച്ച കൃഷിയും മറ്റും ഹെഡ് മിസ്ട്രസ് ഷെരീഫ, സീഡ് കോർഡിനേറ്റർ വിനീത്, ശ്രീലജ, മുഹമ്മദ് ഷിഹാബുദ്ദീൻ, അബ്ദുൽ ഹക്കീം, ഗ്രീഷ്മ, റഷീബ എന്നീ അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവ് പൂരം കൊടിയേറി. ഞായറാഴ്ച വൈകുന്നേരം 6:30 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തിയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റത്തോടനുബന്ധിച്ച് കൂണത്തറ രാമചന്ദ്രന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അഭ്യസിച്ച കലാകാരന്മാരുടെ അരങ്ങേറ്റവും നടന്നു. മാസ്റ്റർ അനിരുദ്ധ് അവതരിപ്പിച്ച പാഠകവുമുണ്ടായി. ദുര്യോധനൻ മറ്റുള്ളവർക്ക് ഒന്നും കിട്ടരുത് എന്ന് സദാസമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുര്യോധനന് ഇത് കേട്ടപ്പോൾ തന്നെ വളരെ ദേഷ്യം ഇങ്ങനെ വരാൻ തുടങ്ങി. ദുഷ്ടബുദ്ധിയാണ് ദുര്യോധനൻ. അങ്ങനെയുള്ള ദുര്യോധനന്റെ ആ മനസ്സുണ്ടല്ലോ, അതിങ്ങനെ ക്ഷോഭിച്ച് ദേഷ്യം സഹിക്ക വയ്യാണ്ടായി. മങ്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1977-1978 SSLC ബാച്ചിന്റെ സംഗമം നടന്നു. നോവലിസ്റ്റ് P കണ്ണൻകുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് പല ബാച്ചുകളിൽ പഠിച്ചവരല്ല, ഒരു ബാച്ചിൽ പഠിച്ച ആൾക്കാരാണ്. പിന്നെ സംഗമമാണ് അത് വളരെ സന്തോഷം. ആ സന്തോഷം വെച്ചാൽ ഞാനും കൂടിയിട്ട് ആ 77-78 ബാച്ചിലത്തെ ഒരാളെ പോലെ കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ഉണ്ടായ ആ ഒരു തെറ്റിദ്ധാരണ മേലാണ് ഇവിടെ ഞാൻ പിന്നെ അവതരിപ്പിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എഴുതിയത്. അപ്പോൾ ആ ഒരു പിന്നെ എഴുത്തിനെ ഞാൻ അതിനെ എനിക്ക് പ്രസംഗിക്കാനെന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ പിന്നെ അതിനെ വിളിച്ച് പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള ചെറുതായിട്ട് കുറിപ്പ് എഴുതി കൊടുത്തിട്ട് അത് ഞാൻ വാങ്ങിയിരിക്കാം. അപ്പോൾ അതിനൊന്ന് പൂർവ്വ വിദ്യാർത്ഥിയും നടനുമായ മുരളി മങ്കര അധ്യക്ഷത വഹിച്ചു. NR രവീന്ദ്രൻ, MV മധുസൂദനൻ, അബ്ദുൾ ഷുക്കൂർ, വയങ്കര വിജയൻ, രമേശ് മങ്കര, ലക്ഷ്മണൻ, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, KV രാമചന്ദ്രൻ, ശ്രീലത, നാരായണി, പുഷ്പ എന്നിവർ പ്രസംഗിച്ചു.
പൂർവ്വകാല അധ്യാപകരായ ഷറഫുദ്ദീൻ, ഗോപാലകൃഷ്ണൻ, രാമചന്ദ്രൻ, മേഴ്സി, പത്മാവതി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പായംകുളം ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാദിന പരിപാടികൾ നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ പൊങ്കാല സമർപ്പണം നടന്നു. ഞായറാഴ്ച രാവിലെ ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകളോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. ഞായറാഴ്ച വൈകിട്ട് തായമ്പക, ചാക്യാർകൂത്ത്, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. തിങ്കളാഴ്ച രാവിലെ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകളുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി MR മോഹൻദാസ്, ട്രഷറർ MB വിജയകുമാർ തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 21, 22 തീയതികളിൽ ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നാഗപുനഃപ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള പൂജകളും കൂടാതെ കുട്ടികളുടെ കലാപരിപാടികളും ചാക്യാർകൂത്ത്, സ്ത്രീ കുട്ടിയുടെ തായമ്പക എന്നിവ ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നരേന്ദ്രമോദി പരാജയത്തെ ഭയക്കുന്നു. പാനൂരിൽ 26 കോൺഗ്രസുകാർക്കു നേരെ എറിയാൻ വെച്ച ബോംബാണ് CPM പ്രവർത്തകരുടെ കയ്യിലിരുന്ന് പൊട്ടിയതെന്നും VD സതീശൻ. അശ്ലീല വീഡിയോ മറ്റൊരു ബോംബ്. കോവിഡ് കാലത്തെ PR ടീം ഇപ്പോൾ വടകരയിലുണ്ടെന്നും അവരാണ് ഇതിന് പിന്നിലെന്നും VD സതീശൻ. റോഡ് ഷോകളും റാലികളുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിച്ച് മുന്നണികൾ. വ്യത്യസ്ത പ്രചരണ രീതികളുമായും പരസ്പര മത്സരം. ആവേശം സൃഷ്ടിച്ച് സ്ഥാനാർത്ഥികളുടെ അവസാന റൌണ്ട് പര്യടനം. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ. അക്രമത്തിനെതിരെ പരാതിയുമായി LDF. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയവർക്കെതിരായ നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങുന്ന സാഹചര്യമുണ്ടായെന്നും പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ തയ്യാറല്ലെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണം. പോലീസ് ഇടപെടൽ മൂലം തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ കമ്മീഷണറെ മാറ്റിയതും കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് K മുരളീധരൻ. പൂരം മുടക്കാൻ ശ്രമിച്ചത് ആരാണെന്ന ജനത്തിന് അറിയണം. അട്ടിമറി ശ്രമം നടന്നത് ഒരു തിരക്കഥ പോലെ. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഏജന്റെന്നും K മുരളീധരൻ. വാളയാറിൽ വീണ്ടും കുഴൽ പണവേട്ട. രേഖകളില്ലാതെ കടത്തിയ 14.5 ലക്ഷം രൂപയുമായി എറണാകുളം ചെറായി സ്വദേശി പിടിയിൽ. ബസ് മാർഗം കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് പണം കടത്താനായിരുന്നു ശ്രമമെന്ന് പോലീസ്. 2 ദിവസങ്ങളിലായി വാളയാറിൽ പിടികൂടിയത് 1/2 കോടിയിലേറെ രൂപ. ഭരണഘടനയുടെ സംരക്ഷണത്തിന് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രവർത്തക സംഗമം ചേലക്കരയിൽ. ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള സമരമായാണ് സംഘടന ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും KDF നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.